അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സഫീറിൻ്റെയും നൂർജഹാൻ്റെയും നിക്കാഹ് ദിവസമാണ് ഇന്ന്. ഓമനക്കുഴിക്കൽ തറവാടും പുളിക്കൽ തറവാടും ഒരുപോലെ ആഘോഷത്തിൻ്റെ നിറവിൽ മുങ്ങിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ദിവസങ്ങളായി മാസങ്ങളായി ആ നാട്ടുകാർ കാത്തിരിക്കുന്ന ഒരു വിവാഹം, അത് സഫീറിൻ്റെയും നൂർജഹാൻ്റെയും വിവാഹമാണ്. എന്നാൽ വർഷങ്ങളായി നൂർജഹാൻ്റെ വിവാഹത്തിന് വേണ്ടി ആ നാട്ടുകാരെല്ലാം കാതോർത്തിരിക്കുകയാണ്. എന്നാൽ ഇന്നാണ് ആ ദിവസം. എന്നാൽ അന്ന് രാവിലെ പുലർച്ചെ തന്നെ അതാ പുളിക്കൽ തറവാട്ടിൽ ആളുകൾ എത്തിത്തുടങ്ങി. വീടിൻ്റെ ഓരോ കോണിലും ലൈറ്റുകളുടെ തിളക്കം, പൂക്കളുടെ സുഗന്ധം, ബന്ധുക്കളുടെ ചിരികൾ, കുട്ടികളുടെ കളിച്ചിരികൾ എല്ലാം കൂടി ആ തറവാടിനെ ഒരു സ്വപ്നലോകമാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഈ സമയം ചില കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അല്ല, സഫീർ പനിയനല്ലേ, ജസീർ ഇപ്പോഴും പെണ്ണൊന്നും കെട്ടിയില്ലല്ലോ, ഓൻ്റെ പെണ്ണ് പോയും ചെയ്തില്ലേ? അങ്ങനെ പല സംസാരങ്ങളും അതിനിടയിൽ നടക്കുന്നു. അടുക്കള ഭാഗത്ത് വലിയ തിരക്കായിരുന്നു. വമ്പൻ പാത്രങ്ങളിൽ തിളക്കുന്ന മന്തി, ഒരു വശത്ത് ദം ബിരിയാണി, മറ്റൊരു വശത്ത് കുഴിമന്തി, അൽഫഹം, ഗ്രിൽഡ് ഫിഷ്, മട്ടൺ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ബീഫ് വരട്ടിയത്, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, അറബിക് വിഭവങ്ങളായ ഹമ്മസ്, കബ്സ, ഷവർമ സ്റ്റേഷൻ, പിന്നെ വെറൈറ്റി മന്തികളും. കേരളത്തിൻ്റെ സ്വന്തം പത്തിരിയും ഇല്ലാതില്ല. നെയ്പ്പത്തിലും ഉന്നക്കായയും കായപ്പോളയും ചട്ടിപ്പത്തിരിയും. അതുമാത്രമല്ല വടക്കൻ സ്പെഷ്യൽ വിഭവങ്ങളും. അതിനൊപ്പം വിവിധതരം പായസങ്ങൾ, ഐസ്ക്രീം കൗണ്ടർ, കേക്ക് സ്റ്റേഷൻ, ഫ്രൂട്ട് സാലഡ്, ജ്യൂസുകൾ, സ്നാക്കുകൾ. ഭക്ഷണത്തിൻ്റെ സുഗന്ധം മാത്രം മതി ഒരാൾക്ക് വിശക്കാൻ. ആ ഒരു സ്മെല്ല് അവിടേക്ക് വരുന്നവരുടെയെല്ലാം മനസ്സും കണ്ണും അങ്ങോട്ട് വരുവാൻ വേണ്ടി ചലിപ്പിച്ചു. ഇത് കല്യാണമോ ഭക്ഷ്യമേളയോ എന്ന് അതിഥികൾ തമാശ പറയുകയുണ്ടായിരുന്നു. അതേസമയം നൂർജഹാൻ്റെ വീട്ടിലും ആഘോഷങ്ങൾ അതിൻ്റെ പരമാവധിയിലെത്തി. വീടിൻ്റെ മുറ്റത്ത് വലിയ പൂക്കളാൽ അലങ്കരിച്ച ഗേറ്റ്, രാത്രിയിൽ നക്ഷത്രങ്ങളെ പോലും തോൽപ്പിക്കുന്ന ലൈറ്റുകൾ, കുടുംബാംഗങ്ങൾ ഓടി നടക്കുന്നു. അതെ, നൂർജഹാൻ്റെ വീട്ടിൽ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. എല്ലാവരുടെയും ശ്രദ്ധ ഒരേ ഒരു ആളിലായിരുന്നു, നൂർജഹാൻ. അവരെല്ലാം ആഗ്രഹിച്ച നൂർജഹാൻ, സുന്ദരി പെണ്ണായ നൂർജഹാൻ, എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നോക്കുന്ന ആ ഒരു മനോഹരമായ ആ പെണ്ണ് നൂർജഹാൻ. അവളുടെ മുറിയിൽ കൂട്ടുകാരികളും സഹോദരിമാരും ചുറ്റും കൂടി നിൽക്കുന്നു. വെളുത്ത നിറമുള്ള മനോഹരമായ വിവാഹ വസ്ത്രം, അതിനൊത്ത ആഭരണങ്ങളിൽ, കൈകളിൽ മെഹന്തിയുടെ മനോഹരമായ ഡിസൈനുകൾ. കണ്ണാടിക്ക് മുന്നിലിരുന്ന നൂർജഹാൻ ഒരു നിമിഷം നിശബ്ദയായി. അവളുടെ കണ്ണുകളിൽ സന്തോഷവും ചെറിയൊരു പേടിയും ഒരുമിച്ചുണ്ടായിരുന്നു. കാരണം ഇന്നു മുതൽ അവളുടെ ജീവിതം മാറുകയാണ്, മാറി മറിയുകയാണ്. ഇന്നലെ വരെ അവൾ ഈ വീട്ടിലെ മകളായിരുന്നു. നാളെ മുതൽ മറ്റൊരു വീട്ടിലെ മരുമകളാവുകയാണ് അവൾ. അവളുടെ ഉമ്മ റൂമിലേക്ക് വന്നു. നൂർജഹാനെ കണ്ടപ്പോൾ ഒരു നിമിഷം സംസാരിക്കുവാൻ പോലും കഴിഞ്ഞില്ല. കാര്യം മറ്റൊന്നുമല്ല, ആദ്യം അവൾക്കൊരു വിവാഹം ഒത്തുവന്നതായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. എന്നാൽ വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പായിട്ട് അവളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു നിരാശ, അതവൾക്ക് വളരെയധികം വിഷമകരമായ ഒന്നായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവൻ്റെ കൂടെ ആ ടൂറ് പോക്ക്, അതൊരിക്കൽ പോലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒന്നാണ്. കല്ലിൽ കൊത്തിവെച്ചതുപോലെ. അതെ, സ്വന്തം ഭാര്യ, വേണ്ട പറയുന്നില്ല, വീണ്ടും വീണ്ടും ഓർക്കുന്നില്ല, കഴിയില്ല അത്. എന്നാൽ ഉമ്മ അല്പം വിഷമത്തോടെ അവളെ നോക്കി. കുഞ്ഞായിരുന്നപ്പോൾ കൈപിടിച്ച് നടന്ന പൊന്നുമോള് ഇന്ന് മണവാട്ടി. അതെ, അവളുടെ ആ ഒരു വിവാഹം അമ്മായിയുടെ മൂത്ത മോൻ ജസീറിനെ കൊണ്ട് പറഞ്ഞു വെച്ചതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാൽ അതങ്ങനെ അങ്ങ് ആയിപ്പോയി. എന്നാൽ ഇപ്പോൾ സഫീറാണ്. ചുരുക്കി പറഞ്ഞ സഫീർ പ്രായം കൊണ്ട് അവളേക്കാൾ ചെറുതായിരിക്കും. പക്ഷേ അവൾ പറയുന്നത് എനിക്ക് അങ്ങനെ മതി എന്നാണ്. എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അധികം ആരും വിസമ്മതമൊന്നും മൂളിയതുമില്ല. ഇത്രയും വലിയ സ്വത്തിനുടമയായ, ഇത്രയും വലിയ സമ്പത്തും സൗകര്യവും ഉള്ള ഈ വീട്ടിലെ മകളാണ് നൂർജഹാൻ. അവൾ എല്ലാം കൊണ്ടും ഒരു രാജകുമാരിയെ പോലെ ജീവിക്കുന്നു. പക്ഷേ അവളുടെ മനസ്സിന് മാത്രം
ഒരു സുഖമില്ല. ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ വസ്ത്രം, ഇഷ്ടപ്പെട്ട വാഹനം, വലിയ വീട്. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പാറിയെത്താം. അതിനുള്ള ക്യാഷുണ്ട് അവർക്ക്. വിമാനമാർഗമായാലും കപ്പലായാലും അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അതിനനുസരിച്ച് നടക്കാം. എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനമില്ലെങ്കിൽ പിന്നെ എന്ത്? നൂർജഹാൻ കാണാൻ വളരെയധികം ഭംഗിയുള്ള പെണ്ണാണ്. അത്യാവശ്യം ഹൈറ്റും വെയിറ്റുമുള്ള വലിയൊരു പെണ്ണാണ് നൂർജഹാൻ. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. നൂർജഹാന്റെ വീട്ടിലും അതാ പുളിക്കൽ തറവാട്ടിനേക്കാളേറെ ഇരട്ടിയിലധികമാണ് ആഘോഷം നടത്തുന്നത്. അത് അവളുടെ ബാപ്പക്ക് അത് പ്രധാനമായിരുന്നു. കാരണം ഒരിക്കൽ പോലും പുളിക്കൽ തറവാട്ടുകാർ ഒന്നിലും ഞങ്ങളെ കടത്തി വെട്ടാൻ സമ്മതിക്കില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത് അതിൻ്റെ ഇരട്ടിയിലധികം വേണം എന്നൊരു വാശിയായിരുന്നു ഉണ്ടായത്. എന്നാൽ പുളിക്കൽ തറവാട്ടിലെ പെങ്ങളും ഒട്ടും മോശമല്ല. ആങ്ങളയേക്കാൾ രണ്ടിരട്ടി മുൻപിലായിരിക്കണം എല്ലാം എന്നുള്ളതാണ് അവരുടെയും വാശി. ശരിക്കും ആങ്ങളയും പെങ്ങളും ഒരു മത്സരം പോലെ. ചുരുക്കി പറഞ്ഞാൽ രണ്ട് തറവാട്ടുകാരും നല്ലോണം പണം പൊടിക്കുന്നുണ്ട്. മണവാളൻ സഫീർ വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സദസ്സ്. ശരിക്കും നൂർജഹാൻ പുതുമണവാളനെ ഓർത്തിരിക്കുന്നു. എന്നാൽ ഈ സമയം നമ്മുടെ റിസ്വാന വക്കീൽ, അന്ന് റിസ്വാന വക്കീലും സഫീറും വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ പോവുകയാണ് നൂർജഹാൻ. അതെ, തമാശയിലാണെങ്കിലും നിക്കാഹ് തന്നെയല്ലേ. അതിപ്പോൾ ഉള്ളുന്നില്ല എങ്കിലും അത് എല്ലാവരുടെയും മുന്നിൽ അവർ ഭാര്യയും ഭർത്താവുമാണല്ലോ. എന്നാൽ റിസ്വാന വക്കീൽ സങ്കടത്തോടെ വേദനയോടെ തൻ്റെ പ്രിയപ്പെട്ട സഫീറിൻ്റെ മുഖത്തേക്ക് നോക്കി. സഫീറിൻ്റെ മുഖമാകെ ചുവന്നിരിക്കുന്നു. അവളാകെ വിതുമ്പിക്കരയുകയാണ്. മോളെ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട കേട്ടോ. എല്ലാം നമുക്ക് ശരിയാക്കാം ഇൻഷാ അല്ലാഹ്. എന്നാൽ വല്യമ്മയോടും ഈ ഒരു കാര്യം പറയുന്നു. ഉമ്മ, ഞാൻ നിക്കാഹിന് വേണ്ടി ഇറങ്ങാണ്. പിന്നെ മോനെ, ആ കുട്ടിയെ ചതിക്കല്ലേട്ടോ നീ. ഇല്ലുമ്മ, വെറും ഒരു അഭിനയം മാത്രം, അല്ലാതെ ഒന്നുമില്ലമ്മ. സത്യമായിട്ടും മോനെ, എനിക്കാകെ വിഷമം തോന്നുന്നു മോനെ അവളുടെ കാര്യം ആലോചിച്ചിട്ട്. എന്നാൽ റിസ്വാന വക്കീൽ വല്യമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വല്യമ്മ പോയിക്കോട്ടെ. ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ചില വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും, ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിൽ ഒന്നാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒന്നുമില്ല. എങ്കിലും അതെ, അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ വല്യമ്മ. നിങ്ങൾ ഒരിക്കൽ പോലും വിഷമിക്കല്ലേ. വല്യമ്മയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ അവളും വല്യമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാകും. പിന്നെ എൻ്റെ പൊന്നുമോള് ഒന്നും വിചാരിക്കണ്ട, അവൻ തിരിച്ചു വരും. എന്നാൽ സഫീറിൻ്റെ മനസ്സിലും ഒരു ഭയമുണ്ടായിരുന്നു. നൂർജഹാൻ, അവൾ എത്തരക്കാരിയാണ്, എന്താണ് അവൾ എന്നോടൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല സഫീർ, നീ എനിക്ക് താൽക്കാലികമായൊരു മണവാളൻ മാത്രമാണ്. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മണവാട്ടിയാവുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, മറിച്ച് ചെറിയൊരു അഭിനയം എനിക്ക് അവിടെ ഒന്ന് കയറിക്കൂടൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഫീർ, നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം എന്നതായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെ അതാ സങ്കടത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൻ അതാ പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് കൂട്ടുകാരും എല്ലാവരും എത്തും. എന്നാൽ ആദ്യം ഞാൻ അങ്ങോട്ട് എത്തണം, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അവരെല്ലാവരും ഒത്തുകൂടുക. അങ്ങനെ അതാ സഫീർ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഈ സമയം അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് വേഗം നമുക്ക് ഇവിടത്തേക്ക് എത്തണം. അല്ല നീയോ എപ്പോഴും എത്തി ഇറങ്ങാൻ? എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പോവരുതെന്ന്. പക്ഷെ നിനക്കത് പറ്റിയില്ല. എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് നീ ഒരു പോക്ക് പോയത്? അതെ, വല്ല നാണക്കേടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല പിന്നെ ശരിക്കും ഉമ്മ ആ നിമിഷവും ചൂടായി. അങ്ങനെ അത് സഫീർ മണവാളൻ ശമയൂകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുന്നു. ആയിഷ, മോളെ കൊണ്ടുപോകണ്ടേ? എന്നാൽ ഈ സമയം അതാ ആയിഷ പറയുന്നു, വേണ്ട മോളെ കൊണ്ടുപോവണ്ട, കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുണ്ടാവില്ല.
ഒന്നിനും മടിക്കാത്തവരാണ്. അതുകൊണ്ട് ദയവായി മോളെ കൊണ്ടുപോകണമെന്നില്ല. ഇൻഷാ അല്ലാ പിന്നീട് പോകാം. എന്നാൽ റിസ്വാനയും പറഞ്ഞു, അതെ ആസിഫ്, മോളെ കൊണ്ടുപോകണ്ട. മോള് പാവല്ലേ, പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ അവർ രണ്ടുപേരും വളരെയധികം സങ്കടത്തോടെ ഒരുപാട് സമയം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വളരെയധികം സങ്കടത്തോടെ വിഷമത്തോടെ. ഷഫീർ, നീ എന്നെ വിട്ടു പോകുമോ? ഇല്ല, ഒരിക്കലുമില്ല. നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല. അങ്ങനെ അതാ സഫീർ അവിടെ നിന്ന് ഇറങ്ങുന്നു. വിതുമ്പുന്ന ചുണ്ടുകളോടെ, കരയുന്ന ഹൃദയത്തോടെ, വേദനിക്കുന്ന മനസ്സോടെ, വളരെയധികം സങ്കടകരമായ നിമിഷത്തോടെ അതാ അവർ രണ്ടുപേരും വേർപിരിയുകയാണ്. എന്നേക്കുമായി അതാ അവൾ തട്ടിയെടുക്കുമോ? ശരിക്കും റിസ്വാന വക്കീൽ പൊട്ടിക്കരഞ്ഞു പോയി. തൻ്റെ പ്രിയപ്പെട്ട സഫീറിൻ്റെ കൈകൾ അവളിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ റബ്ബേ, ഇനി എന്തെല്ലാം സംഭവിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.